നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് നിങ്ങളൊരു കൗതുക വാർത്ത, കൗതുകം എന്ന് പറയാൻ പാടില്ല, എന്നാലും ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. 111 വർഷത്തേക്ക് ഒരാൾക്ക് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, തിരുവനന്തപുരത്താണ്. സാധാരണ അമേരിക്കയിലൊക്കെയാണ് ഇങ്ങനത്തെ വാർത്ത വരാറുള്ളത്. 140 വർഷത്തെ തടവ്, 220 വർഷത്തെ തടവ്, ഇങ്ങനെയൊക്കെ അവിടുത്തെ കോടതികൾ കൊടുക്കാറുണ്ട്. നമ്മുടെ കോടതികളുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും 111 വർഷത്തെ തടവ് ഒരാൾക്ക് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സംശയം ഉണ്ടാകും, 111 വർഷം ഇനിയിപ്പോൾ ഇയാൾ ജീവിച്ചിരിക്കാൻ പോകുന്നു, ഇതെന്തൊരു തടവ് ശിക്ഷ, ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ പോരെ, ഇയാൾ സ്വാഭാവികമായിട്ട് മരിക്കുന്നത് വരെ തടവിലിടുക, അതാണല്ലോ ജീവപര്യന്തം. പക്ഷേ ജീവപര്യന്തം എന്നാൽ 10 വർഷമൊന്നും 14 വർഷമൊന്നും ഒക്കെ ധരിച്ചു വശായ ആൾക്കാരും ഉണ്ട് കേട്ടോ. ആ ധാരണ ശരിയല്ല. ജീവപര്യന്തം എന്നാൽ ജീവപര്യന്തം തന്നെയാണ്. മരണം വരെ ജയിലിൽ കിടക്കുന്നതാണ് ജീവപര്യന്തം എന്ന ശിക്ഷ. പിന്നെ എങ്ങനെ ഇവർ 10-14 വർഷം കഴിയുമ്പോൾ ഇറങ്ങുന്നു? അത് റിമിഷൻ പവർ എന്ന് പറയും. ഗവർണർക്കും പ്രസിഡൻറ്റും ഒക്കെയുള്ള പ്രത്യേക അധികാരമാണ്. ഒരാൾ ദീർഘകാലം ജയിലിൽ കിടന്നാൽ, അയാൾ മര്യാദ പഠിച്ചു, നല്ലവനായി എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതിനൊരു കമ്മിറ്റിയൊക്കെ ഉണ്ട്, ജയിലർ അടങ്ങുന്ന കമ്മിറ്റി, രാഷ്ട്രീയക്കാർ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, ഇവരൊക്കെ ചേർന്നിട്ട് ഇവരുടെയൊക്കെ സ്വഭാവം ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇത്രയും കാലമായില്ലേ, ഇനിയിപ്പോൾ അയാളെ വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഗവർണർക്ക് ശുപാർശ കൊടുക്കും. ഗവർണർ അത് അംഗീകരിച്ചാൽ ഈ തടവുകാരനെ തുറന്നുവിടും. അങ്ങനെയാണ് ജീവപര്യന്തക്കാർ 10 വർഷം 14 വർഷം ഒക്കെ കഴിയുമ്പോൾ ഇറങ്ങിപ്പോരുന്നത്. രാഷ്ട്രീയക്കാർ അവരിതിൽ സമർത്ഥന്മാരാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു, അവരുടെ ഒരാൾ ജീവപര്യന്തം തടവിൽ ജയിലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യും? അയാൾ പറയും, നമ്മുടെ ഭരണം വന്നില്ലേ, എന്നിട്ട് എന്നെ ഇറക്കി വിടാത്തത് എന്താ എന്ന് ചോദിക്കും. ജീവപര്യന്തം തടവിലുള്ള ആളിനെ ചുമ്മാതങ്ങ് ഇറക്കി വിടാനൊന്നും പറ്റില്ല. ഒരു പ്രത്യേക കാലാവധി കഴിഞ്ഞാൽ മാത്രമേ ഇറക്കി വിടണോ വേണ്ടതെന്നൊക്കെയുള്ള ചിന്തയിലേക്കും പോകുള്ളൂ. അത് തന്നെ ഒരു 10 വർഷമെങ്കിലും കഴിയണം. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യും? ഇയാൾക്ക് പരോള് കൊടുക്കും. പരോൾ എന്ന് പറയുന്നത് ജയിൽവാസം തന്നെയാണ്. പക്ഷേ ജയിൽവാസത്തിനിടയിൽ ചില അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, വേറെ എന്തെങ്കിലും കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരോള് കൊടുക്കുന്നത്. പരോളിൽ ഉള്ള ആൾ എപ്പോഴും പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും എന്നാണ് വെയ്പ്പ്. അപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ത് ചെയ്യും? അവരുടെ ആളിന് പരോള് കൊടുക്കും. അത് 1 മാസം കൊടുക്കും, പിന്നെ അയാൾ 2 ദിവസം ജയിലിൽ വരും, പിന്നെ ഒരു 1.5 മാസം കൊടുക്കും, പിന്നെ 2 ദിവസം അയാൾ ജയിലിൽ വരും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അയാൾക്ക് ജയിൽവാസം പ്രാക്ടിക്കലി ഉണ്ടാവില്ല. എന്നാൽ ഈ പരോൾ കാലാവധി എല്ലാം ഇയാൾ ജയിലിൽ കിടന്നതായിട്ട് കൂട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു 4 വർഷം കഴിയുമ്പോൾ തന്നെ കണക്കിൽ ഇയാൾ 10 വർഷം തികച്ചു എന്നാകും. കാരണം വേറെയും ഇളവുകളുണ്ട്. ഗാന്ധി ജയന്തിക്ക് ഒരു 1.5 മാസത്തെ ഇളവ്, നെഹ്റുവിൻ്റെ ജന്മദിനത്തിന് ഇളവ്, സ്വാതന്ത്ര്യദിനത്തിന് ഇളവ്, ആ ഇളവ് ഈ ഇളവൊക്കെ കൊടുത്തിട്ട് കുറച്ച് കാലമേ ഒരു ജയിലിൽ കിടക്കുകയുള്ളൂ, ഇവർ പുറത്തിറങ്ങും. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. കടലാസിൽ നിയമമനുസരിച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എന്നാൽ അസാമാന്യമായ ഫേവറിറ്റിസം ചെയ്തിരിക്കുന്നു. അത് ഏറ്റവും അധികം മാർക്സിസ്റ്റ് പാർട്ടി ദുരുപയോഗം ചെയ്തത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലാണ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പിടിക്കപ്പെട്ടവരെല്ലാം തന്നെ അവരുടെ പാർട്ടിക്കാരായിരുന്നു. വളരെ സീനിയറായിട്ടുള്ള പാർട്ടിക്കാർ വരെ ഉണ്ടായിരുന്നു. അതിലും സീനിയറിലേക്ക് പോകുന്നതിന് മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അന്നത്തെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിൻ്റെ വകുപ്പ് ആ കയ്യിൽ നിന്നെടുത്തിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത് ആ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ഇതാണ് രാഷ്ട്രീയക്കാർ തടവ് ശിക്ഷയിൽ കളിക്കുന്ന കളി. ഇതൊന്നുമില്ലാത്തവർ തടവ് ശിക്ഷ അനുഭവിച്ച് തന്നെ തീരണം. അപ്പോൾ പോലും ഒരു 14 വർഷം കഴിയുമ്പോൾ അവരുടെ കാര്യം പരിശോധിക്കുകയും മിക്കവാറും ആളുകളൊക്കെ ഇറങ്ങിപ്പോരുകയും ചെയ്യും. ഇറങ്ങിപ്പോരാത്തവരും ധാരാളം ഉണ്ട് കേട്ടോ. ധാരാളം പേർ
ജീവപര്യന്തം തന്നെ തടവിൽ കിടക്കുന്നവരുണ്ട് ഇപ്പോഴും. ഇപ്പോൾ കോടതികൾ വിധിക്കുമ്പോൾ അവർ ജീവപര്യന്തം തന്നെ വിധിക്കും. ചില കോടതികൾ രാഷ്ട്രീയക്കാർ ഈ കളി കളിക്കുന്നത് കണ്ടിട്ട് അവർ ജീവപര്യന്തം തടവ് ശിക്ഷ എന്ന് എഴുതുകയും അതിൽ കുറഞ്ഞത് 35 വർഷം ഇയാൾ ജയിലിൽ തന്നെ കിടക്കണം എന്ന് എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ എഴുതി വെച്ചത് ഗവൺമെൻറ്റിനോ ഗവർണർക്കോ ബാധകമൊന്നുമല്ല. അവരത് മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെയാണ് കണ്ടുവരുന്നത്. എന്തുവായിക്കോട്ടെ, ഈ കേസിൽ 111 വർഷം തടവ് ശിക്ഷ ഒരാൾക്ക് കിട്ടി. എന്താ അയാളുടെ കേസ്? അയാൾ മനോജ് അഥവാ മനു എന്നാണ് അയാളുടെ പേര്. 2019 അയാൾക്ക് 38 വയസ്സായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 38 വയസ്സും 43 വയസ്സ് എന്ന് വെച്ചോളൂ. കാരണം സംഭവം നടക്കുന്നത് 2019. സംഭവം സിമ്പിളാണ്. ഇയാൾക്കൊരു ട്യൂഷൻ സെൻ്ററുണ്ട്. ഇയാൾ സർക്കാർ ഉദ്യോഗസ്ഥനുമാണ്. സർക്കാർ സ്ഥാപനമായ PWDയുടെ അവർ ഫ്ലോട്ട് ചെയ്ത KSTP എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിൽ ഒരു ക്ലർക്കാണ് ഈ മനുഷ്യൻ. അതുകൂടാതെ ഒരു ട്യൂഷൻ സെൻറ്ററും നടത്തുന്നുണ്ട് ഇങ്ങനെ കൊഞ്ചിറവിള എന്ന സ്ഥലത്ത്, തിരുവനന്തപുരത്ത്. സിറ്റിയിൽ നിന്ന് അധികം ദൂരമൊന്നുമല്ല ഈ സ്ഥലങ്ങളൊന്നും. അപ്പോൾ അവിടെ ട്യൂഷൻ സെൻറ്റർ നടത്തുന്നു. ആ ട്യൂഷൻ സെൻറ്ററിൽ വന്നുകൊണ്ടിരുന്ന 16 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയെ ഇയാൾ ബലാത്കാരം ചെയ്തു. ഇതാണ് കേസ്. സംഭവം 2019. ഒരു തവണ ശാരീരികമായിട്ട് തൊടുക അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. രണ്ടാമത്തെ തവണ ബലാത്സംഗം തന്നെ ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മളുടെ കോടതി നടപടി അനുസരിച്ച് ഇതിൽ വിധി പറഞ്ഞത് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ ഇതാണ്. ഇത്തരം ക്രിമിനൽ കേസുകളിൽ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. പ്രതിയെ പിടിച്ച് ആദ്യം സ്ഥലം മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഹാജരാക്കുന്നത്. ആ മജിസ്ട്രേറ്റിന് മുമ്പിലാണ് കേസ്. ആ കേസിൻ്റെ പ്രാഥമിക നടപടികൾ കഴിഞ്ഞിട്ടാണ് മജിസ്ട്രേറ്റ് ഇത് പോക്സോ, മൈനർ പെൺകുട്ടി ഇൻവോൾവായ കേസാണെങ്കിൽ പോക്സോ കോടതിയിലേക്ക് വിടും. കൊലപാതക കേസാണെങ്കിൽ വിചാരണയ്ക്കായിട്ട് സെഷൻസ് കോടതിയിൽ വിടും. അവിടെയാണ് വിചാരണ നടക്കുക. അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ ജോലി അത്രയേ ഉള്ളൂ ഇത്തരം കേസുകളിൽ. അങ്ങനെ ഇത് കമ്മിറ്റ് ചെയ്ത് 2020 ഈ കേസ് പോക്സോ കോടതിയിൽ വരുന്നു. ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ തിരുവനന്തപുരം സ്പെഷ്യൽ ജഡ്ജിൻ്റെ മുമ്പിലാണ് ഇത് വരുന്നത്. ജഡ്ജിൻ്റെ പേര് ശ്രീമതി രേഖ ആർ. അവരാണ് ഈ 111 കൊല്ലത്തെ തടവ് ശിക്ഷ കൊടുത്തത്. വാസ്തവം പറഞ്ഞാൽ ഈ കേസിൽ ഈ പെൺകുട്ടിയുടെ മൊഴി മാത്രമേ തെളിവായിട്ടുള്ളൂ. വേറെ ആരും ദൃക്സാക്ഷികൾ ആരുമില്ല. ദൃക്സാക്ഷികൾ ഉണ്ടാവുകയുമില്ലല്ലോ. ബലാത്കാരത്തിന് സാക്ഷിയെ വെച്ചിട്ടൊന്നും അല്ല ആരും ബലാത്കാരം ചെയ്യുന്നത്. എന്നാലും ചില സാഹചര്യ തെളിവുകളൊക്കെ ഉണ്ടാവും. ഇതൊന്നും തന്നെ ഈ കാര്യത്തിലില്ല. ആകെയുള്ളത് ഇവളുടെ ഒരു കൂട്ടുകാരി ഇവളവിടെ പോയതായിട്ട്, ട്യൂഷൻ സെൻറ്ററിൽ പോയതായിട്ട് പറയുന്നുണ്ട് ഈ തീയതിയിൽ. എന്നാൽ ഈ പെൺകുട്ടി ഈ സംഭവം കഴിഞ്ഞ് ആരോടും ഒന്നും മിണ്ടിയില്ല. അമ്മയോട് പറഞ്ഞില്ല, അച്ഛനോട് പറഞ്ഞില്ല, ആരോടും മിണ്ടിയില്ല. ഇതിനിടയ്ക്ക് ഈ വിവരം ഈ വിദ്വാൻ്റെ, ഈ ട്യൂഷൻ സാറിൻ്റെ ഭാര്യ അറിയുന്നു. ഭാര്യ അറിഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. എന്താണ് എൻ്റെ ഭർത്താവുമായിട്ടുള്ള ഏർപ്പാട് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് കയറി വരുന്നു. അയാൾ പറയുന്നു, നീ ടെറസിലേക്ക് പോക്കോ, ഞാൻ വിളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയെ ടെറസിലേക്ക് വിടുന്നു. കുറച്ച് കഴിയുമ്പോൾ ഭർത്താവും ഭാര്യയും കൂടെ ടെറസിലേക്ക് വരുന്നു. പെൺകുട്ടിയോട് വീട്ടിൽ പോകാൻ പറയുന്നു. പെൺകുട്ടി വീട്ടിൽ പോകുന്നു. ആ ദിവസം രാത്രി ഈ വിദ്വാൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്തപ്പോൾ പ്രശ്നമായി. ആത്മഹത്യ കഴിഞ്ഞപ്പോൾ പെൺകുട്ടി ഇത് വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ പോലീസിൽ പറഞ്ഞു. കേസായി, പ്രശ്നമായി. ഇതിനിടയ്ക്ക് ഈ പെൺകുട്ടിയുടെ ചില വേണ്ടാത്ത ചിത്രങ്ങൾ, ഇയാളുമൊത്തുള്ള ചിത്രങ്ങൾ, അത് ഇയാൾ തന്നെ ആ മൊബൈൽ ക്യാമറയിൽ എടുത്തതാണെന്ന് പറയുന്നു. അത് ഇയാളുടെ ഭാര്യ കണ്ടു. അങ്ങനെയാണ് ഭാര്യ ക്ഷുഭിതയാകുന്നതും ആത്മഹത്യ ചെയ്യുന്നത്.
ഏതായാലും അത് പെൺകുട്ടിയുടെ 2-3 റിലേറ്റീവ്സിന് അയച്ചു കിട്ടുന്നു. അവരും കാര്യമൊക്കെ അറിഞ്ഞിട്ട് പരിഭ്രാന്തരാകുന്നു, കേസിൽ ഇടപെടുന്നു, അവരൊക്കെ സാക്ഷിയായിട്ട് വിസ്തരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മൊബൈൽ ഫോണിലെ ഈ ചിത്രം, പിന്നെ പെൺകുട്ടി സ്വയം കൊടുത്ത മൊഴി, ആ മൊഴികളിൽ ഒരുപാട് പോരായ്മകൾ വന്നിരുന്നു. പോരായ്മകളെന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്ത മൊഴിയിൽ പറയാത്ത ചില കാര്യങ്ങൾ രണ്ടാമത് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നു. അതിൽ പറയാത്ത ചില കാര്യങ്ങൾ കോടതിയിൽ പറയുന്നു. കോടതി ഇത് പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ഡിഫൻസ് പ്രതിഭാഗം പറയുന്നത്, കണ്ടില്ലേ ഈ പെൺകുട്ടിയെ പച്ചവെള്ളത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല, ആദ്യം പറഞ്ഞതല്ല ഇപ്പോൾ പറഞ്ഞതല്ല കോടതിയിൽ പറഞ്ഞത് എന്നൊക്കെ പറയും. മജിസ്ട്രേറ്റ് അവരുടെ ജഡ്ജ്മെൻറ്റിൽ എഴുതി, ഇതൊക്കെ സ്വാഭാവികമാണ്, ഒരു പെൺകുട്ടി ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ആദ്യം തന്നെ പറയണമെന്നില്ല. ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പെൺകുട്ടി സംസാരിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. മൂന്നാമത് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഇത് ഒരു 16 വയസ്സുള്ള പേടിച്ചരണ്ട പെൺകുട്ടി ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കൂടുതൽ ചോദിക്കുമ്പോൾ കൂടുതൽ പറയും, ചോദിക്കാതെ ഒന്നും പറയില്ല. അപ്പോൾ ഇയാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സംഭവം പുറത്തു വരില്ലായിരുന്നു, സത്യമാണ്. മാനം മര്യാദയായ പെൺകുട്ടികൾ ഇത്തരം ഒരു സംഭവം നടന്നാൽ ആരോടും പറയില്ല. ഇനി പറഞ്ഞു എന്ന് വയ്ക്കുക അമ്മയോടോ അച്ഛനോടോ, അവരും കണ്ണീരോടെ പറയും, മോളെ ഇത് പുറത്താരോടും പറയണ്ട, നിൻ്റെ മാനം പോവും, കുടുംബത്തിൻ്റെ മാനം പോവും, ജീവിതം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ആരോടും പറയില്ല. ഈ ആരോടും പറയില്ല എന്നുള്ള ധൈര്യം ഈ ബലാത്സംഗക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ഈ മനുഷ്യനാണെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാലും അവൾ സമ്മതിക്കുന്നൊന്നുമില്ല. കാരണം അവൾക്കറിയാം ഈ മനുഷ്യന് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. അവരും അതേ ബിൽഡിങ്ങിലാണ് താമസം. ഈ ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിൻ്റെ 1-ാം നിലയാണ്. 1-ാം നിലയിൽ 3 മുറിയുണ്ട്. 2 മുറി ഇയാളും ഭാര്യയും കുട്ടികളും താമസിക്കാൻ ഉപയോഗിക്കുന്നു. 1 മുറി ട്യൂഷൻ സെൻ്ററായിട്ട് നടത്തുന്നു. ഇതാണ് സെറ്റപ്പ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇതെല്ലാം അറിയാം. ഇപ്പോൾ വീട്ടിൽ ആരുമില്ലാതിരുന്ന ഒരു ദിവസം ഇയാൾ ഒരു മെസ്സേജ് കൊടുത്ത് ട്യൂഷന് രാവിലെ 10 മണിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയെ അവിടെ വിളിപ്പിച്ചിട്ടാണ് ഈ സംഭവം ഒക്കെ നടക്കുന്നത്. ഇയാളുടെ വാദം, എൻ്റെ വീട് അവിടെ തന്നെയാണ്, തൊട്ടടുത്ത മുറിയിൽ എൻ്റെ ഭാര്യയും അമ്മയും മക്കളും ഒക്കെ ഉണ്ട്, ആ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുമോ? പെൺകുട്ടി പറഞ്ഞു, അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. ഇതിൻ്റെ താഴത്തെ നിലയിൽ താമസിക്കുന്നവർ, അവരെ ഈ മനുഷ്യൻ സ്വാധീനിച്ച് കാണും. ഏതായാലും അവർ ഇയാൾക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാൻ ശ്രമിച്ചു. ഇല്ല, ഇയാളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷേ അതൊന്നും വിലപ്പോയില്ല കോടതിയിൽ. കാരണം ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പതറിപ്പോവുകയും പരസ്പര വിരുദ്ധമായിട്ട് പറയുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവരുടെ സാക്ഷിമൊഴി ഫലത്തിൽ കേസിൽ ഒരു പ്രയോജനവും പ്രതിക്ക് ചെയ്തില്ല. ഇപ്പോൾ പ്രതിയുടെ പേരിൽ കുറ്റങ്ങൾ, IPCയിലെ കുറ്റങ്ങൾ, അന്ന് BNS വന്നിരുന്നില്ല, IPCയിലെ കുറ്റങ്ങൾ, പിന്നെ ഈ പോക്സോ ആക്റ്റിലെ കുറ്റങ്ങൾ, ഇതാണ് പ്രതിക്കെതിരെ തെളിഞ്ഞു എന്ന് കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കോടതി പറഞ്ഞു, IPC 376(2)F ഇതനുസരിച്ചുള്ള കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്ഷൻ 6, സെക്ഷൻ 5C, സെക്ഷൻ 5F, സെക്ഷൻ 5P, സെക്ഷൻ 10 9(1), 9(C), 9(F ഇത്രയും കുറ്റങ്ങൾ പോക്സോ ആക്ടിന് കീഴിൽ. ഞാൻ ഈ കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളോട് പറയാത്തത് അത് അശ്ലീലമായതുകൊണ്ടാണ്. IPC ആണെങ്കിലും പോക്സോ ആക്റ്റ് ആണെങ്കിലും നമ്മൾ പൊതുവെ ഉപയോഗിക്കാത്ത അശ്ലീല വാക്കുകൾ അത് നിയമത്തിലുണ്ട്. അത് എഴുതാതിരിക്കാൻ നിയമത്തിൽ നടക്കില്ല. കാരണം ഈ കുറ്റം തെളിയണമല്ലോ. എന്ത് ചെയ്തു? പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥങ്ങളില്ലേ. ചെയ്തതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ
അത് നമ്മളാരും പറയാറില്ല. ബട്ട് നിയമത്തിൽ ഇത് പറഞ്ഞേ പറ്റൂ. ഇന്നത് ചെയ്തു എന്ന് തന്നെ പറയണം. അതാണ് കുറ്റം. അപ്പോൾ നിയമത്തിൽ ഇന്നത് ചെയ്താൽ കുറ്റം, ഇന്നത് ചെയ്താൽ കുറ്റം, ഇന്നത് ചെയ്താൽ കുറ്റം, അതാണ് ഈ 5C, 5F, 5P, ഇതൊക്കെ ഓരോ കുറ്റങ്ങളുടെ വകുപ്പുകളാണ്. ആ കുറ്റങ്ങൾ എനിക്ക് ഇവിടെ പൊളിച്ചെഴുത്തിൽ വായിക്കാൻ സാധ്യമല്ല. കാരണം നമ്മളുടെ ഒരു രീതിക്ക് അത് സംശുദ്ധമായ അശ്ലീലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഈ 5P, 5C എന്നേ പറയുന്നുള്ളൂ. ജഡ്ജും അതേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അറിയണം എന്നുള്ളവർക്ക് IPC എടുത്ത് നോക്കാം. IPC 374. വാസ്തവത്തിൽ IPCയുടെ ഒരു 354 മുതലുള്ള വകുപ്പുകൾ നിങ്ങൾ എടുത്ത് നോക്കുക. സ്ത്രീകളെ സംബന്ധിച്ച, അവരെ ഉപദ്രവിക്കുന്നത് സംബന്ധിച്ച വകുപ്പുകളാണ്. മുഴുവൻ അശ്ലീലമാണ്. അതുപോലെ പോക്സോ ആക്ട് മുഴുവൻ വായിച്ചു നോക്കിയുള്ളൂ, മുഴുവൻ അശ്ലീലമാണ്. മൈനർ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന രീതികൾ മുഴുവൻ അതിലെഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ശിക്ഷ, ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഇന്ന ശിക്ഷ, അതല്ല വേറൊന്നാണ് ചെയ്തതെങ്കിൽ ഇന്ന ശിക്ഷ. ഇതാണ് പോക്സോ ആക്ട്. അതുകൊണ്ട് അത് എനിക്ക് പറയാൻ പ്രയാസം. ഈ കുറ്റങ്ങൾക്കായിട്ട് രേഖ മാഡം ഇയാൾക്ക് കൊടുത്ത ശിക്ഷ, ഇൻ ദ റിസൾട്ട് അക്യൂസ്ഡ് ഈസ് സെൻറ്റൻസ്ഡ് ടു അണ്ടർഗോ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ 30 years. 30 വർഷം കഠിന തടവ്. എന്തിനാണ്? പോക്സോ കുറ്റത്തിന്. സെക്ഷൻ 6 റെഡ് വിത്ത് 5C, അതിനാണ് 30 വർഷം. അത് കൂടാതെ 25,000 രൂപ പിഴ. ആ പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം ഫർദർ കഠിന തടവ്. 30 വർഷം കഴിഞ്ഞ് പിന്നെ 3 മാസം കൂടെ കഠിന തടവിൽ കിടക്കണം. അതല്ലെങ്കിൽ 25,000 രൂപ പിഴ കിട്ടണം. അത് കഴിഞ്ഞു അടുത്ത റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ 30 years ആൻഡ് ഫൈൻ ഓഫ് ₹25,000. ഇത് തന്നെ 30 വർഷം തടവും 25,000 രൂപ പിഴയും. സെക്ഷൻ 6 റെഡ് വിത്ത് 5F അതിന് വേണ്ടിയിട്ടാണ്. ഈ 25,000 രൂപ അടച്ചില്ലെങ്കിൽ വീണ്ടും 3 മാസത്തെ കഠിന തടവ്. മൂന്നാമത്തെ റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ 30 years ആൻഡ് ഫൈൻ ഓഫ് ₹25,000. അതടച്ചില്ലെങ്കിൽ 3 മാസം വീണ്ടും കിടക്കണം. അതെന്തിന്? സെക്ഷൻ 5P പോക്സോ കേസിന്. അപ്പോൾ 30, 60, 30, 90 വർഷമായി. ഇത് കഴിഞ്ഞ് റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ 7 years ആൻഡ് ഫൈൻ ഓഫ് ₹10,000. സെക്ഷൻ 10 റെഡ് വിത്ത് സെക്ഷൻ 9C. പോക്സോയിലെ 9C കുറ്റത്തിനാണ് ഈ 7 വർഷത്തെ കഠിന തടവ്. അപ്പോൾ 90ഉം 7ഉം 97ആയി. വീണ്ടും ഒരു കഠിന തടവ് 7 വർഷം 10,000 രൂപ പിഴ. അത് 9L എന്ന കുറ്റത്തിനാണ്. 9L ഒക്കെ എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൊണ്ട് അത് വായിക്കുന്നില്ലെന്നേ ഉള്ളൂ. 9L എന്ന കുറ്റം ചെയ്തതിനാണ് 7 വർഷം. അപ്പോൾ മൊത്തം നോക്കൂ, 30, 30, 60, 60, 30, 90, 97, 7, 104, 7, 111. 111 കൂടാതെ ഇയാൾ ഫൈൻ അടച്ചില്ലെങ്കിൽ 2-3 മാസമൊക്കെ ആയിട്ട് 1 വർഷം അഡീഷണൽ കിടക്കേണ്ടി വരും. ഫൈൻ അടച്ചാലാണ് 111 വർഷം, ഫൈൻ അടച്ചില്ലെങ്കിൽ 112 വർഷമാകും. ഇതാണ് സ്ഥിതി. പക്ഷേ ഇതിൽ ഈ കൺകറൻ്റായിട്ട് ഈ കുറ്റം ശിക്ഷ അനുഭവിച്ചാൽ മതി എന്ന് എഴുതിയിട്ടുണ്ട്. സബ്സ്റ്റാൻറ്റീവ് സെൻറ്റൻസസ് ഷാൽ റൺ കൺകറൻ്റ്ലി. അതായത് ആദ്യത്തെ 30 വർഷമുണ്ടല്ലോ, രണ്ടാമത്തെ 30 വർഷമായിട്ടും മൂന്നാമത്തെ 30 വർഷമായിട്ടും അത് തന്നെ കണക്ക് കൂട്ടും. അപ്പോൾ ഫലത്തിൽ ഇയാൾ 30 വർഷം കിടന്നാൽ മതി. പിന്നെയുള്ള 7, 7, 14 വർഷം. ആ 14 വർഷവും ഈ 30-ൽ പെടും. അതാണ് കൺകറൻ്റായിട്ട് അനുഭവിച്ചാൽ മതി. കൺസിക്യൂട്ടീവായിട്ട് വേണ്ട. ഒരു 30 കഴിഞ്ഞു, പിന്നെ അടുത്ത 30, പിന്നെ അടുത്ത 30, അങ്ങനെയല്ല. ഒരു 30 കഴിഞ്ഞാൽ 3 30 കഴിഞ്ഞു. ഇതാണ് ശിക്ഷ. ഒരേപോലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് സങ്കല്പം. 30 വർഷത്തെ ശിക്ഷ, 30 വർഷത്തിന് 30, പിന്നെ 7, പിന്നെ 7, പിന്നെ 7, ഇങ്ങനെ ഈ രീതിയിൽ കൺകറൻറ്റ്.
അപ്പോൾ ഫലത്തിൽ ഇയാൾക്ക് ശിക്ഷ എത്രയാണ്? 30 വർഷമാണ്, 111 വർഷമല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യം. 111 വർഷം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും നെറ്റി ചുളിഞ്ഞു. ഇതെന്താ ഇത്, മനുഷ്യൻ ജീവൻ മരിച്ചു കഴിഞ്ഞാൽ പോലും തടവിലായിരിക്കുമോ, ഇങ്ങനെയൊക്കെ. അങ്ങനെയല്ല, കൺകറൻ്റായിട്ട് ശിക്ഷ അനുഭവിച്ചാൽ മതി. ഇത് ഏകദേശം എല്ലാ ജഡ്ജിമാരും ചെയ്യുന്ന കാര്യമാണ്. ജീവപര്യന്തം ശിക്ഷ ഒരു കുറ്റത്തിന് കൊടുക്കും. ഈ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റം ഈ മനുഷ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മോഷണവും നടത്തിയിട്ടുണ്ടാവും. ആ മോഷണത്തിന് 3 വർഷത്തെ ശിക്ഷ വേറെ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും? ജീവപര്യന്തം കഴിഞ്ഞ് പിന്നെ മോഷണത്തിൻ്റെ ശിക്ഷ തുടങ്ങുമോ? ഇല്ല. ഈ ജീവപര്യത്തിൻ്റെ കൂടെ ആ 3 വർഷവും കൂടെ കൂട്ടി അങ്ങ് പോകും. അതാണ് കൺകറൻറ്റ് ജഡ്ജ്മെൻറ്റ്. അങ്ങനെ കൺകറൻ്റായിട്ടാണ് ശിക്ഷിച്ചിരിക്കുന്നത്. കേസിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഈ കേസിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പെൺകുട്ടിയുടെ മൊഴിയും ഒരു മൊബൈൽ ഫോണിലെ ഫോട്ടോയും മാത്രം വെച്ച് ഒരാളിനെ ശിക്ഷിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ഒരുപക്ഷെ ആ ഒരു കാര്യം ഈ സ്പെഷ്യൽ ജഡ്ജിനും അറിയാം, രേഖാ മാഡത്തിനും അറിയാം. അവരതുകൊണ്ടാണ് ഈ 30, 30, 30, 7, 7 ഇങ്ങനെ വിഭജിച്ച് ശിക്ഷിച്ചിരിക്കുന്നത്. കാരണം ഇയാൾ അപ്പീൽ പോയാൽ, ഹൈക്കോടതിയിൽ പോയി എന്ന് വയ്ക്കുക, ഹൈക്കോടതി സ്വാഭാവികമായിട്ട് അവരും വിചാരിക്കും എന്താ ഇതിന് തെളിവ് എന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടിയുടെ മൊഴി മാത്രമാണ്. പിന്നെ ഉള്ളത് മൊബൈൽ ഫോണിലെ ഫോട്ടോ. മൊബൈൽ ഫോണിൽ ആർക്കും എങ്ങനെയും ഒരു ഫോട്ടോയൊക്കെ ഉണ്ടാക്കാം. അത് ഫോറൻസിക് ലാബിൽ ടെസ്റ്റൊക്കെ ചെയ്തതാണ്, പക്ഷേ ഫോട്ടോയാണ്, ദൃക്സാക്ഷികളില്ല. അപ്പോൾ അതൊരു ഡേഞ്ചറല്ലേ? അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇളവ് ചെയ്താൽ പോലും ഇയാൾ പിന്നെയും 30 വർഷം ജയിലിൽ കിടക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ശ്രീമതി രേഖ ആർ എന്ന സ്പെഷ്യൽ ജഡ്ജ് ഈ ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അതിനുള്ള കാരണവും അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സാധാരണ ബലാത്കാരമല്ല, ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുള്ള ആവേശത്തിൽ ചെയ്തതുമല്ല. വെൽ പ്ലാൻ ചെയ്ത് മാസങ്ങളായിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് പെൺകുട്ടി നിരസിച്ച് ഒക്കെ കഴിഞ്ഞ് ഇയാൾ മാനസികമായിട്ട് ഇയാൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട് പെൺകുട്ടിയുടെ പുറത്ത്. ഇയാൾ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, ട്യൂഷനായിക്കോട്ടെ. പക്ഷേ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറിനെയും കുട്ടികൾ ഒരു ബഹുമാനത്തോടെ കാണും. ആ സാറ് വേണ്ടാദിനം പറയുമ്പോൾ പെട്ടെന്ന് അവർ പരിഭ്രമിച്ചു പോകും. തിരിച്ച് പറയാനോ കാരണത്തൊരു അടി കൊടുക്കും, അടിക്കണ്ടേ അവനെ എന്ന് പറയാം. പക്ഷേ 16 വയസ്സുള്ളൊരു കുട്ടി അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എ പൊസിഷൻ ഓഫ് അതോറിറ്റിയിൽ നിൽക്കുന്ന ആൾ ആ പൊസിഷൻ ദുരുപയോഗം ചെയ്തു. അത് ഈ ജഡ്ജ് പ്രത്യേകം ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്. അതുകൂടാതെ ഇയാൾ പബ്ലിക് സർവൻറ്റുമാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പൊതുരംഗത്ത് പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കുന്നത് അവർക്ക് എന്ത് തോന്നിയാസവും കാണിക്കാമെന്നാണ്. അങ്ങനെയൊന്നുമല്ല. പൊതുരംഗത്ത് അവർ പെരുമാറേണ്ടത് എങ്ങനെ എന്നും ഒരു ധാരണ സെക്രട്ടേറിയറ്റിലും മറ്റും നിലവിലുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത്, ഹേ നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയിയൊക്കെ അല്ലേ എന്തായി കാണിക്കുന്നത്. ഇതെല്ലാം പരിഗണിച്ച് ഇതെഴുതി വെച്ചിട്ടുണ്ട് ജഡ്ജ്മെൻറ്റ്. ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ഈ കടുത്ത ശിക്ഷ സ്പെഷ്യൽ ജഡ്ജ് ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ അയാൾ അപ്പീൽ പോകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അപ്പീലിൻ്റെ വിധി വരുമ്പോൾ അന്ന് നമുക്ക് ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഈ പൊളിച്ചെഴുത്ത് ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.